Yo guys, എല്ലാവർക്കും എൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് എല്ലാവരും കാത്തിരുന്ന ഒരു ഫോണാണ്, അതായത് പോക്കോ X2. സോ ഞാനിന്ന് അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് ദ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് വീഡിയോ, അതായത് പോക്കോ X2, ഷെയർമിയുടെ പോക്കോ X2 അൺബോക്സിങ് ചെയ്യുകയാണ്. അതിനു മുമ്പ് നമുക്കൊന്ന് ബോക്സ് നോക്കിയേക്കാം. ഓക്കെ, പോക്കോ X2 എഴുതിയിട്ടുണ്ട്. രണ്ട് സൈഡിലും ഇതേപോലെയാണ് എഴുതിയിട്ടുള്ളത്. റിയാലിറ്റി ഫ്ലോ 120 Hz രണ്ട് സൈഡിലും. ഇനി നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം വരുന്നത്. അതായത് 6.67 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ ആണ്, അത്യാവശ്യം വലിയ ഡിസ്പ്ലേ ആണ്. പിന്നെ ഡ്യുവൽ ഇൻ ഡിസ്പ്ലേ ക്യാമറയാണ്. പിന്നെ ഫ്ലാഗ്ഷിപ്പ് 64 മെഗാ പിക്സൽ AI കോഡ് ക്യാമറ, 20 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് ക്യാമറയാണെങ്കിൽ 64 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സൽ പ്ലസ് 8 മെഗാ പിക്സൽ പ്ലസ് 2 മെഗാ പിക്സലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പ്രോസസ്സിലേക്ക് വരുമ്പോൾ കോൾകാം സ്നാപ്ഡ്രാഗൺ 730G ആണ് കൊടുത്തിരിക്കുന്നത്. ഗെയിമിംഗ് പ്രൊസസ്സറാണ്. 8 നാനോമീറ്റർ ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് വിത്ത് ലിക്വിഡ് കൂൾ ഫെസിലിറ്റീസ്. അപ്പോൾ ഈ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സെൻസറുമുണ്ട്. പിന്നെ ഗൊറില്ല ഗ്ലാസ് 5 ആണ് പ്രൊട്ടക്ഷൻ. അതുകൊണ്ട് ഫ്രണ്ടും ബാക്കും ഗൊറില്ല ഗ്ലാസ് ആണ്. അതുകൊണ്ട് സാൻഡ്വിച്ച് ടൈപ്പാണ്, ഗ്ലാസ് സാൻഡ്വിച്ച്. ഇതിൽ സപ്പോർട്ട് ചെയ്യുന്ന IR ബ്ലാസ്റ്ററുണ്ട്. പിന്നെ ഡ്യുവൽ വോൾട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് UFS സ്റ്റോറേജ് 2.1 ആണ്. ഇത് പിന്നെ എക്സ്പാൻഡബിൾ ആണ്, 512 GB വരെ മെമ്മറി കാർഡിൽ. പിന്നെ 2x2 വൈഫൈ ആൻറ്റിനിയുമുണ്ട്. ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത് 4500 mAhൻ്റെ ബാറ്ററിയാണ്. പിന്നെ ഈ ഫോണിൽ ചാർജ് ചെയ്യാൻ വേണ്ടി ടൈപ്പ് സി പോർട്ടാണ് ഉള്ളത്. 27 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ടൈപ്പ് സി. സോ ഗൈസ്, നമുക്കൊന്ന് അൺബോക്സിങ് ചെയ്യാം. ആദ്യം തന്നെ സീലൊന്ന് കട്ട് ചെയ്തെടുക്കാം. യെസ്, രണ്ട് സൈഡൊന്ന് കട്ട് ചെയ്തു. ഇനി നമുക്ക് മെല്ലെ ഒന്ന് എടുക്കാം, വലിച്ചെടുക്കാം. യെസ്, അത്യാവശ്യം നല്ല ടൈറ്റായിട്ടാണ് നിൽക്കുന്നത്, ജാം പാക്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് യെസ്, നല്ല ബ്ലാക്ക് ആൻഡ് യെലോയിഷ്, നല്ല അട്രാക്റ്റീവ് കളറായിട്ടുണ്ട്. ബോക്സ് തുറക്കം തന്നെ യെല്ലോ ആയതുകൊണ്ട്. യെസ്, നമുക്ക് തുറക്കം തന്നെ ആദ്യം തന്നെ കാണാൻ പറ്റുന്ന ഫോണാണ്. പോക്കോ എന്ന് എഴുതിയിട്ടുണ്ട്. യെസ്, നല്ലൊരു കളറാണ്, അറ്റ്ലാന്റിസ് ബ്ലൂ. 6GB 128 വേരിയൻ്റാണ് ഈ ഫോൺ, അറ്റ്ലാന്റിസ് ബ്ലൂ. ഇനി നമുക്ക് ഈ ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. യെസ്, ഇതിൻ്റെ ഒപ്പം തന്നെ കൊടുത്തിരിക്കുന്ന സിം എജക്റ്റിംഗ് ടൂളാണ്. പിന്നെ കൊടുത്തിരിക്കുന്നത് ഒരു മെമ്മോ, അതായത് യൂസർ ഗൈഡ് ഡീറ്റെയിൽസ്, അതെല്ലാം കൊടുത്തിരിക്കുന്ന സംഭവം നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന TP കേസ് ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്യാം. അത്യാവശ്യം മോശമില്ലാത്ത ക്വാളിറ്റിയാണ് തോന്നുന്നു. അത്യാവശ്യം നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അത് അവിടെ ഇരിക്കട്ടെ, നമുക്ക് പിന്നെ അതിലേക്ക് വരാം. പിന്നെ നമുക്ക് ചാർജർ, USB കേബിൾ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. 27 വാട്ടിൻ്റെ ചാർജറാണ്, ഫാസ്റ്റ് ചാർജർ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഇനി നമുക്ക് USB കേബിൾ, ടൈപ്പ് സി USB കേബിൾ. അത്യാവശ്യം നോർമൽ സൈസുള്ള, അത്യാവശ്യം നീളമുള്ള ടൈപ്പ് സി കേബിളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ബോക്സ്, യെസ്, അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. സോ ഗൈസ്, നമ്മൾ ഇന്ന് അൺബോക്സിങ് ചെയ്ത ബോക്സിൽ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണുള്ളത്. അതായത് ഫസ്റ്റ് സിം എജക്റ്റിംഗ് ടൂൾ, പിന്നെ യൂസർ ഗൈഡ്, പിന്നെ നല്ല TP കേസ്, അത്യാവശ്യം നല്ല ഫ്ലെക്സിബിളുള്ള കേസാണ്. പിന്നെ ചാർജിങ് ബ്രിക്ക്, പിന്നെ USB കേബിൾ, ടൈപ്പ് സി USB കേബിൾ. പിന്നെ നമ്മുടെ ഫോൺ അറ്റ്ലാന്റിസ് ബ്ലൂ എന്ന കളറാണ്. നല്ലൊരു സൂപ്പർ കളറാണ് കാണാൻ, നല്ല ഗ്ലോയി ഫിനിഷ്. ക്യാമറേൻ്റെ അടുക്കുള്ള അത് ബൾജിങ് അല്ല, ഫ്ലാറ്റ് തന്നെയാണ്. നമുക്കൊന്ന് ഇട്ട് നോക്കാം, TP കേസിൽ നിന്ന് ഇട്ട് നോക്കാം. പെർഫെക്റ്റ്ലി മാച്ചിങ്. അത് അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്കൊന്ന് ചെറിയൊരു ഡ്രോപ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കാം, സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക്. യെസ്, ഒരു കുഴപ്പമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിൽക്കുന്നുണ്ട്, നോ പ്രോബ്ലം. യെസ്,
അപ്പോൾ പെട്ടെന്ന് ആക്സിഡൻ്റായിട്ട് വീണാൽ പോലും ഒരു കുഴപ്പമില്ലാതെ നിൽക്കും. നമുക്കിനി ഈ ഫോൺ ഒന്ന് ഫിസിക്കലി നോക്കിയേക്കാം. ഓണാക്കുന്ന മുമ്പ് IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ ടി വിയിൽ റിമോട്ടായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഡുവൽ ഇൻ ഡിസ്പ്ലേ സെൽഫി ക്യാമറയുണ്ട്. പിന്നെ സ്പീക്കർ മോണോ ആണ്, സ്റ്റീരിയോ സ്പീക്കറല്ല, പക്ഷെ നല്ല ഒച്ചാണ് കേൾക്കുക. പിന്നെ ചാർജിങ് ടൈപ്പ് സി ചാർജ് ചെയ്യുന്ന പോർട്ട്, പിന്നെ ഓഡിയോ ജാക്ക് വിച്ച് ഇസ് ഗുഡ് തിങ്. ഇപ്പോൾ ഇറങ്ങുന്ന ഫോൺസുകളിൽ കുറവാണ്. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ അവിടെയാണുള്ളത്. പിന്നെ വോളിയം റോക്കേഴ്സ് ചെയ്യുന്ന അപ്പ് ആൻഡ് ഡൗൺ. പിന്നെ സിം ഇജക്റ്റ്, സിം ഇടുന്ന സ്ഥലമാണ് അവിടെ. സിം ട്രേ, ഹൈബ്രിഡ് സിം സ്ലോട്ടാണ്. പിന്നെ നമുക്കൊന്ന് ജസ്റ്റ് എന്നെ ഓണാക്കി നോക്കാം. ഫിസിക്കലി കഴിഞ്ഞു. നമുക്ക് ജസ്റ്റ് ഉള്ളിൽ എന്തൊക്കെയാണുള്ളതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. I am also eagerly waiting to see what's in it like you guys. അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുന്നു, ഫോൺ ഓണാക്കിയിരിക്കുന്നു. 120 Hz ആയതുകൊണ്ട് തന്നെ നല്ല സ്മൂത്താണ് യൂസ് ചെയ്യാൻ വേണ്ടി. സൂപ്പർ സ്മൂത്താണ് 120 Hz. കുറേ ബ്ലോട്ട്വെയർസ് ഉണ്ട്. ബ്ലോട്ട്വെയർസ് ഇൻബിൽഡ് ഗെയിംസ്, ബ്ലോട്ട്വെയർസ് പറഞ്ഞാൽ ഇൻബിൽഡായിട്ട് അവർ ഗെയിംസ് പ്രീ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്നു. നമുക്ക് സെറ്റിങ്സ് പോയിട്ട് നമുക്ക് ഡാർക്ക് മോഡ് ഒന്ന് ജസ്റ്റ് എനേബിൾ ചെയ്യാം. ഡാർക്ക് മോഡ്, യെസ്. അത്യാവശ്യം നല്ലൊരു, ഐ പേഴ്സണലി പ്രിഫർ ഡാർക്ക് മോഡ്, ദാറ്റ്സ് വൈ ഐ കീപ്പിംഗ് ഡാർക്ക് മോഡ്. ഡാർക്ക് മോഡ് പിന്നെ 60 Hz 120 Hz ഓപ്ഷൻ ഉണ്ട്. തൽക്കാലം 60 Hz വെക്കാം. നമുക്ക് ഇതിൻ്റെ ആൻഡ്രോയിഡ് വേർഷൻ ഏതാണെന്ന് നോക്കാം. ഔട്ട് ഓഫ് ദ ബോക്സ് ആൻഡ്രോയിഡ് 10 തന്നെയാണ് ഈ ഫോണിനും കൊടുത്തിട്ടുള്ളത്, വിച്ച് ഈസ് ഗുഡ് തിങ്. നമുക്ക് തന്നെ ഇതിൻ്റെ ബ്രൈറ്റ്നസ് ചെക്ക് ചെയ്യാം. 500 nits ബ്രൈറ്റ്നസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഔട്ട്ഡോറിൽ പോയ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ ഇതിൽ തന്നെ നല്ല ബ്രൈറ്റ്നസ് ആണ് കിട്ടുന്നത്. 120 Hz ആയതുകൊണ്ട് തന്നെ നല്ലൊരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഇനി നമുക്ക് ക്യാമറ റിവ്യൂ നോക്കാം. ആ ക്യാമറ കുറച്ച് ഷോർട്സ് എടുത്തത് കാണിക്കുന്നതായിരിക്കും. ഗൈസ്, ഇനി നമുക്ക് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് ടെസ്റ്റ് ചെയ്യാം. ഓൾറെഡി സെറ്റപ്പ് ചെയ്ത് വെച്ചിരുന്നു. ഇനി ജസ്റ്റ് നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഫാസ്റ്റ് നോക്കാം. ക്ലോസ് ചെയ്തു, ഓപ്പൺ ചെയ്തു. അത്യാവശ്യമല്ല, ദി ബെസ്റ്റ് ഈ റേഞ്ചിൽ. അടിപൊളി സ്പീഡ്. യെസ് ഗൈസ്, ഇനി നമുക്ക് ഇതിൻ്റെ ഫേസ് അൺലോക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. യെസ്, സെറ്റ് ചെയ്തു. നമുക്കൊന്ന് ജസ്റ്റ് അൺലോക്ക് ചെയ്യാം. മില്ലി സെക്കൻഡ്സിനുള്ള വീഴുന്ന നൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ തീർച്ചയായും സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക. താങ്ക് യു.